നമസ്കാരം. നിങ്ങൾ ജിയോ എയർ ഫൈബർ ഉപയോഗിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ജിയോ ഫൈബർ ഉപയോഗിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ടി വി ഒരു കമ്പ്യൂട്ടറാക്കി മാറ്റാം. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? എങ്ങനെയെന്നല്ലേ? ജിയോ അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ആപ്ലിക്കേഷനാണ് ജിയോ PC. ഈ ആപ്പ് ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ടി വി ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറാക്കി മാറ്റാം. ജിയോയുടെ സെറ്റ് ഓഫ് ബോക്സ് ആണ് ഈ കാണുന്നത്. ഇതിൽ ഒരു മൗസും അതുപോലെ തന്നെ ഒരു കീബോർഡ് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ മുഖേന ഒരു PC എന്തൊക്കെ സർവീസ് നടക്കും അത്തരത്തിലുള്ള എല്ലാ സർവീസുകളും ജിയോ PCയിലൂടെ നൽകും. നമുക്ക് എങ്ങനെ ജിയോ PC രജിസ്റ്റർ ചെയ്യാം? ജിയോ PC ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവിടെ റെഡി ടു സ്റ്റെപ്പ് ഇൻ ടു ദ ഫ്യൂച്ചർ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്നൊരു ആഡ് വരും. അതിനകത്ത് ജസ്റ്റ് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജിയോ ഫൈബറിൻ്റെയോ അല്ലെങ്കിൽ ജിയോ എയർ ഫൈബറിൻ്റെയോ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം ജിയോ PC എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങളുടെ മൗസും അതുപോലെ തന്നെ കീബോർഡും കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഞാനിത് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ ഇന്റർഫേസ് കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് നമ്മൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വരും. അതിനുശേഷം ആ OTP നൽകുക. അതിനുശേഷം നിങ്ങളൊരു യൂണിക് പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യണം. അതിനുശേഷം നേരെ ലോഞ്ച് നൗ എന്നൊരു ഇന്റർഫേസിലേക്കാണ് വരിക. ഇതിപ്പോൾ നമുക്ക് കാണാം, ലോഞ്ച് നൗ എന്നൊരു സെക്ഷനിനകത്ത് നമ്മൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് കാണാം. ജസ്റ്റ് പവറിങ് അപ്പ് പ്ലീസ് വെയിറ്റ് മൊമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. കണ്ടോ, ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ അതേ ഇന്റർഫേസിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് ഒരുപാട് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ആപ്ലിക്കേഷൻ കാണുന്നുണ്ട്. അഡോബ് എക്സ്പ്രസ് ഉണ്ട്, ഫോൺ സെലക്ഷൻ, അതുപോലെ തന്നെ ഖാൻ അക്കാദമി, കാൽക്കുലേറ്റർ, ജെമിനി, അതുപോലെ തന്നെ OneDrive, ChatGPT, Gmail, പ്രസന്റേഷൻ, പിന്നെ ഒരു ഗെയിമിംഗ് ഓപ്ഷൻ, ചെസ്, ഗൂഗിൾ ക്രോം, സ്പ്രെഡ്ഷീറ്റ്, കമ്പ്യൂട്ടർ, ഗൂഗിൾ ഡ്രൈവ്, യൂട്യൂബ്. എങ്ങനെയാണോ ഒരു കമ്പ്യൂട്ടറിന്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ ഇന്റർഫേസ് അതേ ഇന്റർഫേസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മൗസ് ത്രൂ ആണ് ഇതിന്റെ കൺട്രോളിങ് വരുന്നത്. ജസ്റ്റ് നമുക്ക് മൗസ് ഓപ്പൺ ചെയ്യാം. വയർഡോ വയർലെസ്സോ ആയിട്ടുള്ള കീബോർഡും മൗസും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് ഫീച്ചറുകൾ നമുക്ക് തരുന്നുണ്ട്. എഡ്യൂക്കേഷൻ പർപ്പസ്, ഗെയിംസ്, അതുപോലെ തന്നെ ഓഫീസ്, പ്രോഗ്രാമിംഗ് എല്ലാം തരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഉണ്ടോ, ഒരു കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റർഫേസ് എന്താണ് സെയിം ഇൻ്റർഫേസാണ് ഇതിനകത്ത് വരുന്നത്. ഡെസ്ക്ടോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്യാം. എങ്ങനെയാണോ ഒരു PCയുടെ സർവീസ്, ആ സർവീസ് എല്ലാം നമുക്ക് ജിയോ PC മുഖേന നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ.